എല്ലാം ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കാം. മമ്മൂക്ക ഇതിനെപ്പറ്റി ഒന്നും അവെയർ അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് മമ്മൂക്കയുടെ വീട്ടിൽ റെയ്ഡിന് ആളുകൾ പോകുമ്പോഴും മമ്മൂക്കയുടെ മകനെ ഹവാല ഇടപാടുകളിൽ കൊടുക്കുമ്പോഴും മമ്മൂക്ക ഈ പറയുന്ന വ്യക്തിക്ക് ഈ പറയുന്ന കള്ളക്കടത്തുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു തീർക്കാനായിട്ട് പല ആളുകൾ ശ്രമിക്കുമ്പോഴും, പല ആളുകൾ സംഘികൾ ശ്രമിക്കുമ്പോഴും, അല്ലെങ്കിൽ സംഘികളുടെ മെഴുകളിലേക്ക് മമ്മൂക്കയെ പെടുത്താനായിട്ട് ശ്രമിക്കുമ്പോഴും ഇതിനെപ്പറ്റി ഒന്നും മമ്മൂക്ക ഒന്നും അവെയർ അല്ല. മമ്മൂക്ക അതിനെപ്പറ്റി ഒന്നും വറീഡുമല്ല. എന്തുകൊണ്ടാണ്? ഈ ചാണക സംഖ്യകൾ എന്തെങ്കിലും ചെയ്തിട്ട് അങ്ങ് പൊക്കോട്ടെ എന്നുള്ളൊരു തീരുമാനത്തിൽ മമ്മൂക്ക ഇരിക്കുകയാണ്. നമുക്കറിയാം മമ്മൂക്കയുടെ വരാൻ പോകുന്ന സിനിമകൾ കളങ്കാവൽ, പാട്രിയോട്ട്, അങ്ങനെയുള്ള കുറച്ച് സിനിമകൾ വരാനുണ്ട്. ആ സിനിമകൾ വരാൻ പോകുന്നതും ദുൽഖർ സൽമാൻ്റെ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ലോക എന്ന് പറയുന്ന സിനിമയിലുള്ള വലിയ വിജയം കണ്ടപ്പോഴും നമുക്കറിയാം എമ്പുരാൻ ഇറങ്ങിയ സമയത്ത് പൃഥ്വിരാജിനെതിരെയും മോഹൻലാലിനെതിരെയും വലിയ രീതിയിൽ അക്രമം അഴിച്ചുവിട്ട ടീംസാണ് സംഘികൾ. അന്ന് മോഹൻലാലിൻ്റെ ലെഫ്റ്റനന്റ് കേണൽ പദവി അതെടുത്ത് കളയണമെന്നും ആ ഒരു പദവിയിൽ നിന്ന് മോഹൻലാൽ രാജിവെക്കണമെന്നും പറഞ്ഞുകൊണ്ട് കുരച്ച സംഘി കുട്ടന്മാരാണ് ഇന്ന് മോഹൻലാലിനെ ചേർത്ത് പിടിക്കുന്നത്. എന്തിനാണ്?